രണ്ടര വർഷം മുമ്പ് ഇറാനിൽ നടന്ന ഹിജാബിനെതിരെ നടന്ന പ്രക്ഷോഭം, അതിനുശേഷം അവിടെ വാറുണ്ടായി, ഇസ്രായേൽ ഇറാൻ വാറുണ്ടായി. ഇപ്പോഴും വീണ്ടും അതേപോലെ അപ്രൈസിങ് വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ഇന്ന് കുറച്ച് മുമ്പ് അവരുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ അദ്ദേഹം രാജിവെച്ചു. ഏകദേശം ഇറാനിയൻ കറൻസിയെ അമേരിക്കൻ ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1,40,000 ആ രീതിയിലോട്ടാണ് പോയിരിക്കുന്നത്. അതായത് വലിയ രീതിയിൽ ഇൻഫ്ലേഷനും സാധനങ്ങൾക്ക് വലിയ വില കൂടുതലും, ജനങ്ങൾ പെട്ടുപോയി, എക്കോണമി തകർന്ന് നാശമായിപ്പോയി. മിഥുൻ, എന്താണ് ഇതിനെപ്പറ്റി മിഥുന് പറയാനുള്ളത്? എങ്ങനെയാണ് ഇപ്പോൾ പുതിയ രീതിയിൽ ഇത് ഉണ്ടാകാനുണ്ടായ കാരണം? ഇപ്പം ഇറാന്റെ കറൻസിയുടെ ഡിവാലുവേഷൻ നമ്മൾ കാണാം, ഇൻഫ്ലേഷൻ, അവിടെ എനർജി ക്രൈസിസ്, വാട്ടർ ക്രൈസിസ്, പിന്നെ ഇല്ലാത്തൊരു ക്രൈസിസ് ഒന്നുമില്ല. ഇനി മുന്നോട്ട് പോകുക അസാധ്യമായിരിക്കുന്നു എന്ന് പറയാം. കാരണം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഇറാനില് ഞായറാഴ്ച കടകൾ അടച്ചുകൊണ്ട് ജനങ്ങൾ പ്രക്ഷോഭം. അവിടുന്ന് നമുക്കറിയാം ന്യൂസ് അത്ര എളുപ്പമൊന്നും പുറത്തു വരില്ല ഇറാനിൽ നിന്ന്, വളരെ സെക്യൂർഡാണ്. VPN കൂടെയൊക്കെ വരത്തുള്ളൂ. പല ന്യൂസുകളും വെളിയിൽ വന്നിരിക്കുന്ന ജനങ്ങൾ അക്ഷമരാണ്, പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ കണ്ടത് ഇറാന്റെ ഏറ്റവും വലിയൊരു അഭ്യാസ പ്രകടനം അല്ലെ, പല മേഖലകളിലും ബാലിസ്റ്റിക് മിസൈൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പ്രദർശിപ്പിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അത് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് അവരുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വെസ്റ്റേൺ കൺട്രീസുമായിട്ട് നമ്മൾ യുദ്ധത്തിലാണ്. അദ്ദേഹം പറഞ്ഞ യുദ്ധം എന്ന് പറയുന്നത് ഈ യുദ്ധമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജൂൺ 12 യുദ്ധമല്ല, ഇതാണ് ആക്ച്വലി യുദ്ധം. ഇതിന് പുറകെ എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലിന് കൈകളുണ്ട്, ഇത് ഇളക്കി വിട്ടിരിക്കുകയാണെന്ന് ഉദ്ദേശിക്കുന്നു. അവർ ആഭ്യന്തര യുദ്ധത്തിലേക്ക് ഒരു പക്ഷെ കടക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇറാൻ റിയാലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കൂപ്പുകുത്തിയിരിക്കുകയാണ്. ജനങ്ങളുടെ പണത്തിന് മൂല്യമില്ല. ഇപ്പൊ സാറിന്റെ ബാങ്കിൽ ഒരു 1,00,000 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ മൂല്യം 50,000 ആയാൽ എത്ര കാലം സാർ അടങ്ങിയിരിക്കും? ഒരു മാസം 2 മാസം. ഇത് സ്ഥിരം 50,000 25,000 ആയി, അതിന്റെ വാല്യൂ 10,000 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തു കൂട്ടി ജനങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവർ ഉദ്ദേശിച്ച വെസ്റ്റേൺ വാർ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ മീഡിയ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന പറയുന്നത് മറ്റേ ബാലിസ്റ്റിക് മിസൈൽ വാർ അല്ല, ദിസ് ഈസ് ദ ആക്ച്വൽ വാർ. ഇതിനെതിരാണ്. കാരണം ജനങ്ങൾ ഇറങ്ങും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ ഈ അഭ്യാസ പ്രകടനം നടത്തിയത്. കാരണം കാണിക്കാനായിട്ട് യുദ്ധം വരാൻ സാധ്യത ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അടങ്ങി അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ഇതായിരുന്നു ഉദ്ദേശം. ഇസ്രായേൽ ആയിരുന്നില്ല ഉദ്ദേശം, അവരുടെ സ്വദേശ ജനങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ഇത് എത്ര കണ്ട് മുന്നോട്ട് പോകും, എത്ര കാലം ഇതിനൊരു സപ്പോർട്ടാണ് ഈ പറഞ്ഞ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. നെതന്യാഹു എന്ന് മർലാഗോള് ഇതിൽ വസതിയാണ് കണ്ടിരിക്കുന്നു. അധികം വൈകാതെ അവരുടെ രണ്ടുപേരുടെയും പത്രസമ്മേളനം കാണുമ്പോൾ ഇവരിത് പറയാൻ ഉദ്ദേശിക്കുന്നതായിരുന്നു ഇതായിരിക്കും, എങ്ങനെയായിരിക്കും ഒരു സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അപ്രൈസിങ്ങിന്.